ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ട്രിവാൻഡ്രത്ത് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കുറച്ച് പ്ലേസസ് ആണ് കേട്ടോ. വീണ്ടും വീണ്ടും നമുക്ക് കാണാൻ തോന്നുന്ന ഒരുപാട് പ്ലേസസ് ട്രിവാൻഡ്രത്തുണ്ട്. അവിടുത്തെ ഫേമസ് ആണ് വെട്ടുകാട് ചർച്ച്. അവിടുത്തെ പെരുന്നാളിനാണ് കേട്ടോ ഞാൻ പോയത്. നല്ല ഭംഗിയാണ്, നല്ല എന്താ പറയുക, ലൈറ്റ്സൊക്കെ ആയിട്ട് പെരുന്നാളിന് പോകുന്ന സമയത്ത് സ്പെഷ്യലാണ്. അവിടെ കുറേ നേരം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി തോന്നും. ഞാൻ 1-2 വട്ടം അവിടെ പോയിട്ടുണ്ട്. പെരുന്നാളിനും പെരുന്നാളിനല്ലാണ്ടും ഞാൻ അവിടെ പോയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാണ് ചെങ്കൽ മഹാദേവ ക്ഷേത്രം. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ പ്ലേസ്. അവിടുത്തെയും ഉത്സവത്തിനാണ് ഞാൻ പോയത്. നല്ല ഭംഗിയുള്ള ഒരു പ്ലേസാണത്, നല്ല ഭംഗിയുള്ളൊരു ടെമ്പിളാണത്. ഭയങ്കര എന്താ പറയുക, ശക്തിയുള്ള, എല്ലാവരും പോകുന്ന, വേൾഡ് റെക്കോർഡൊക്കെയുള്ള ഒരു ടെമ്പിളാണ് കേട്ടോ. ഭയങ്കര ഫേമസ് ആണ്. അപ്പം ഈ ബിൽഡിങ് കണ്ടില്ലേ, ഈ ഒരു ഹനുമാനും ശിവലിംഗവും, ഇതാണ് ഇവിടുത്തെ മെയിൻ. ഭയങ്കര ഹൈറ്റാണ് അവിടെ. അപ്പം അതിൻ്റെ ഉള്ളിലൂടെയൊക്കെ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അതൊക്കെ ടിക്കറ്റിലാണ് പോകാൻ പറ്റുന്നത്. ഇപ്പം നമ്മൾ പറയുന്നത് ശാസ്താംപാറയാണ്. ഇവിടത്തിനെ കുറിച്ച് കുറേ മെമ്മറീസ് എനിക്കുണ്ട്. കൂടുതൽ ഫോട്ടോസൊന്നും എനിക്ക് കാണിച്ചു തരാനില്ല, കാരണം നമ്മുടെ പേഴ്സണലായിട്ടുള്ള കുറേ ഫോട്ടോസൊക്കെയാണ്. അപ്പം ഇതെന്ന് പറയുന്നത് ശാസ്താംപാറ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസാണ്. നിങ്ങൾക്ക് എന്താ പറയുക, വൈകുന്നേരവും രാവിലെയൊക്കെ പോയാൽ അടിപൊളിയായിരിക്കും. ഇനി പൊന്മുടിയിലൊരു മെയിനായിട്ടുള്ളൊരു ഫോട്ടോ സ്പോട്ടാണ് ആ ഒരു എന്താ പറയുക, ഒരു ആടിൻ്റെ പോലെ കണ്ടില്ലേ അത്. ഞങ്ങൾ പോയ അന്ന് ഭയങ്കര അടിപൊളി ക്ലൈമറ്റായിരുന്നു കേട്ടോ. ഇതായിരുന്നു അന്നത്തെ ക്ലൈമറ്റ്. സൂപ്പറായിരുന്നു. നമ്മൾ പോയത് തന്നെ ഒരു 2:30 ആ ഒരു ടൈമിന് ശേഷമാണ്. പക്ഷേ എന്നെ ഞെട്ടിച്ച് കളഞ്ഞു ഈ പ്ലേസ്. ഞാനത് വയനാട്ടിലും ഇടുക്കിയിലും ഒക്കെ ഇങ്ങനത്തെ പ്ലേസസ് കണ്ടിട്ടുള്ളൂ കേട്ടോ. അപ്പം ഞാൻ പ്രതീക്ഷിച്ചിട്ടുള്ളൂ, പെട്ടെന്ന് ഒരു ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്ന് പെട്ടെന്ന് മാറി നമ്മൾ ഇങ്ങനെ ഒരു കുറച്ചൊരു കിലോമീറ്ററിൻ്റെ വ്യത്യാസത്തിൽ വേറൊരു ഏരിയയിലേക്ക് പോകുമ്പോഴേക്കും എന്തൊക്കെ വ്യത്യാസം അവിടെ കാണാൻ വേണ്ടിയിട്ട്. ഇത്രയും മഞ്ഞൊക്കെ ഉള്ളൊരു സ്ഥലം വയനാട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ കൂടെയും ഞാൻ ഇത്രയും, വയനാട് എൻ്റെ നാടാണ്, പക്ഷേ ഇത്രയും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല വേറെ എവിടെയും. കാരണം നമുക്ക് തൊട്ടടുത്ത് നിൽക്കുന്നവരെ പോലും കാണാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി. അവിടെ പോയി ഒരു 3:30-4 മണി ആ ഒരു ടൈമൊക്കെ ആയപ്പോഴേക്കും ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു പ്ലേസാണ്. ആ ഒരു ടൈം എനിക്ക് മറക്കാനേ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒത്തിരി പേരുടെ കൂടെയോ ഒരാളുടെ കൂടെയോ ഒക്കെ നിങ്ങൾക്ക് ഭയങ്കര എന്താ പറയുക, ഓർമ്മകളൊക്കെ സൂക്ഷിക്കാൻ വേണ്ടി പോകണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ക്ലൈമറ്റുള്ള നല്ലൊരു ടൈം നോക്കിയിട്ട് അങ്ങോട്ട് പൊക്കോളൂ കേട്ടോ. എനിക്ക് തോന്നുന്നു ഞാനൊരു ഒക്ടോബർ നവംബർ മേ ബി ആ ഒരു ടൈമിലൊക്കെ ആയിരിക്കും ഞാൻ പോയിട്ടുണ്ടാവുക അവിടെ. പക്ഷേ എനിക്ക് അറിഞ്ഞൂടെ, ഞാൻ ഫസ്റ്റ് പോയപ്പോൾ അവിടെ ലോക്കായിരുന്നു. അവിടേക്ക് കടത്തി വിടില്ലായിരുന്നു. ക്ലൈമറ്റ് പ്രശ്നങ്ങൾ, മഴ ഒക്കെ കാരണം അവിടേക്ക് ആരും കടത്തി വിടില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഭയങ്കര വിഷമിച്ചിട്ട് തിരിച്ചു പോകുന്നതാണ്. പക്ഷെ ഞങ്ങളുടെ എന്താ പറയുക, ആ ഒരു അതിയായ ആഗ്രഹം മൂലം ഞങ്ങൾ രണ്ടാമത് വേറൊരു ദിവസം ഒരു 2:30 ടൈമിലൊക്കെ പോയി അവിടെ. പക്ഷേ ഒരു 4:30-5 മണി ആയപ്പോഴത്തേനും ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോന്നു. കാരണം ഇല്ലെങ്കിൽ നമുക്ക് വണ്ടി ഓടിക്കാൻ പോലും പറ്റില്ലാത്ത ഒരു അവസ്ഥയാണെന്നാണ് പറഞ്ഞത്. ഞാൻ ആദ്യമൊക്കെ ഇത് പുച്ഛിച്ച് തള്ളിയതാണ്. പിന്നെ ഇവിടെ ട്രിവാൻഡ്രത്ത് ഇങ്ങനെയൊരു സ്ഥലം വെറുതെ ചുമ്മാ പറയാമെന്നൊക്കെ. പക്ഷേ നമുക്ക് ചൂടെടുത്തിരിക്കുമ്പോഴും നമുക്ക് വേണമെങ്കിൽ എന്താ പറയുക, ഇതുപോലൊരു ക്ലൈമറ്റൊക്കെ വേണമെങ്കിൽ പെട്ടെന്ന് നമുക്ക് ട്രിവാൻഡ്രംകാർക്കും ഇതുപോലെയൊക്കെ പോകാൻ പറ്റും എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.